എന്റെ മുന്നിൽ ചിരിച്ചു കാണിച്ച ഒരു രാഷ്ട്രീയക്കാരും ഇനി വോട്ട് ചോദിച്ചോണ്ട് എന്റെ മുന്നിൽ വന്നേക്കരുത്. നിങ്ങൾ ഇന്ന് പട്ടിയെടുത്ത് ചോദിച്ചോ, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മുന്നിൽ വരരുതാരും. ഇത് കെട്ടിപ്പിടിച്ചോണ്ടാ അവൾ എപ്പോഴും കിടക്കുന്നത്. അതൊന്നും കളിക്കാൻ പറ്റാതെ അവള് പോയി. ഇപ്പൊ എനിക്ക് ഒരു സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ മോളായിട്ട്. ഇതിനകത്ത് അവളേ ഉള്ളൂ കുഞ്ഞായിട്ട്. നിയമോൾ ഇതാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇതിനകത്തുണ്ട്, റയാന്. എത്ര വർഷം ജീവിക്കേണ്ട എന്റെ കുഞ്ഞിനെ ഒരു 2 ആഴ്ച കൊണ്ട് ഇല്ലാതാക്കി. എനിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ട കുഞ്ഞിനെയാണ് ഇപ്പൊ ഞാൻ കർമ്മം ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. അങ്ങനെ എത്രയോ മാതാപിതാക്കൾ. ഇനിയെങ്കിലും ആരും മൃഗസ്നേഹം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോടതിയിൽ പോയി ഈ വിധിക്കെതിരായിട്ട് നിൽക്കരുത്. നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ ആഴം എത്രത്തോളം ആണെന്ന് മനസ്സിലാവും. ദൈവത്തെ ഓർത്ത് ഇനി ആ മൃഗസ്നേഹികളൊന്നും ഈ വഴിക്ക് വരല്ലേ. ഒരു ഉമ്മയുടെ വേദനയാണ് നിങ്ങളെ കേട്ടത്. സ്വന്തം മകളെ ഒന്ന് കൊഞ്ചിച്ച് കൊതിതീരും മുമ്പേ നഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെ വേദനയാണ് 8 വയസ്സ് മാത്രം പ്രായമുള്ള നിയമോള്. ഒരു നായ കടിച്ച് ഇഞ്ചക്ഷൻ എടുത്തിട്ടും അവിടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കൊല്ലം ജില്ലയില് പത്തനാപുരം കുന്നിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. 6 മാസം മുമ്പാണ് നിയമോള് തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെടുന്നത്. ഇപ്പൊ എന്തായാലും സുപ്രീം കോടതി ഒരു നല്ലൊരു വിധി കൊണ്ടുവന്നു. തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ ഒരു ഷെൽട്ടറിലേക്ക് പാർപ്പിക്കണമെന്ന്. ഇല്ലായ്മ ചെയ്യാൻ കോടതിയും പറയുന്നില്ല, നിങ്ങൾ സംരക്ഷിക്കാനാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് നിയമങ്ങൾ ആവർത്തിക്കും. സത്യം പറഞ്ഞാൽ അവിടെ ഓർമ്മകളാണ് ഈ ഒരു വീട്ടിൽ വരുമ്പം കാണാൻ കഴിയും. ഇങ്ങനൊരു വിധി സുപ്രീം കോടതി നമുക്ക് തന്നപ്പോ ഇനി അത് ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഒരു പട്ടി 15 വർഷം ഇല്ലെങ്കിൽ 20 വർഷം പോട്ടെ എത്ര വർഷം ജീവിക്കേണ്ടതായിരുന്നു എന്റെ കുഞ്ഞ്. ജനസുരക്ഷ വോട്ട് സമയത്ത് മാത്രം ആയി പോവരുത്. ജനസുരക്ഷ എപ്പോഴും അവരുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കണം. 1 മാസം നിങ്ങൾ നോക്കിക്കോ, ഈ വിധി കറങ്ങി തിരിഞ്ഞു മാറിയിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. ഇതിനു വേണ്ടിയിട്ട് പോരാടിയവരോടെല്ലാം വളരെ നന്ദിയുണ്ട്. Download ShareChat.